ഹലോ ഗായ്സ്, നമ്മുടെ ലെക്സ് പ്ലേ സീരീസിൻ്റെ 5ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നിരിക്കുന്ന നമ്മുടെ വേൾഡ് ചുറ്റിക്കാണിക്കാനാണ്. ചെറിയ ചെറിയ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അതൊക്കെ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാം. അതേപോലെ കുറേ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഈ വേൾഡിൽ. അതേപോലെ കുറേ ദിവസം ആക്റ്റീവും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മൊത്തം നിങ്ങളെ കാണിച്ചിട്ടൊരു വീഡിയോ എടുക്കാമെന്ന് ചോദിച്ചു. അതുപോലെ നമ്മുടെ വീടിൻ്റെ കുറേ ഡെക്കറേഷൻ്റെ മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ആദ്യം തന്നെ മേളിലാണ് അങ്ങനെ നെതറിൽ പോയി വാർപ്പിഡ് ഫോറസ്റ്റിൻ്റെ കുറച്ച് വുഡ് ഉണ്ടായിരുന്നു, അത് ഞാനും കണ്ട് എടുത്തു ഗൈസ്. അതേപോലെ ഞങ്ങൾക്കിവിടെ ബെഡ് വെക്കാനുള്ള ഒരു ബെഡ്റൂം പോലെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഞാനിത് എന്തിനാണ് ഉണ്ടാക്കിയെന്ന് എനിക്കിപ്പോൾ ഇതുവരെയായിട്ട് മനസ്സിലായിട്ടില്ല. നേരത്തെ തന്നെ കുറച്ചും കൂടി ഭംഗിയായിരുന്നു. ഇപ്പോഴത്തെയാണോ നേരത്തെയാണോ എന്ന് നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക ഗൈസ്. അതേപോലെ തന്നെ നമ്മുടെ യൂട്യൂബിൽ ഒരു പ്ലേലിസ്റ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ ലെക്സ് പ്ലേ സീരീസിൻ്റെ എല്ലാ സീരീസും ഞാൻ അതിൻ്റെ അകത്തായിരിക്കും ആഡ് ചെയ്യുന്നത്. അവിടെ പോയി കാണാൻ പറ്റുന്നതായിരിക്കും ഗൈസ്. അതേപോലെ നമ്മുടെ പഴയ അയൺ ആർമർ ഇവിടെ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഡയമണ്ട് ആർമർ സെറ്റ് ആയിട്ടുണ്ട്. അതേപോലെ ഡയമണ്ട് ടൂൾസിലോട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇനിയുള്ള പരിപാടി എന്ന് വെച്ചാൽ നമുക്കിനി നേരെ ഒരു റെയ്ഡ് ഫാം പണിയണമെന്നുണ്ട് ഗൈസ്. നമുക്ക് അതിൻ്റെ സാധനങ്ങളും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അതേപോലെ ഗൈസ് നമുക്ക് ഈ സാധനം കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഈ സാധനത്തിൻ്റെ പേര് എനിക്കറിയില്ല, ഞാൻ അതറിയിൽ നിന്ന് കിട്ടിയതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ പ്ലാൻ ചെയ്തെന്നേ ഉള്ളൂ. കുറേ ഉണ്ടായിരുന്നു എൻ്റെ ഇൻവെൻട്രിയിൽ. അതേപോലെ തന്നെ ടോം ഉണ്ട് ഇവിടെ, നമ്മുടെ ടോമി ഉണ്ട് ഇവിടെ, അതേപോലെ ജെറി ഉണ്ട്, അതേപോലെ അമ്മുക്കുട്ടി ഉണ്ട് ഗൈസ്. നമുക്ക് പേരും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊന്നും നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല. ഒരാളും കൂടി ഉണ്ട്, അവൻ നമ്മുടെ ഷെഡിലാണ് ഗൈസ്. അവനെയും കൂടി കാണിച്ചു തരാം, അവൻ്റെ പേരും കൂടി കാണിച്ചു തരാം ഗൈസ്. അതേപോലെ നമ്മുടെ എൻട്രൻസ് ആണ് കേട്ടോ ഗൈസ്. ഇത് നമ്മുടെ സ്പോണിലോട്ട് പോണ വഴിയാണത്. ഇവിടെ ഉണ്ടല്ലോ നമ്മുടെ ഓഗിയാണ് ഗൈസ്. ഇവൻ്റെ പേര് ഓഗി എന്നാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. നല്ല സ്പീഡുള്ള കുതിരയാണ്, അതുകൊണ്ടാണ് ഓഗിന്ന് ഇട്ടത്. അപ്പോൾ ആരൊക്കെ ഓഗി എന്താ ഓഗ് റേസ് എന്ന് പറഞ്ഞാൽ കാർട്ടൂൺ കാണുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഞാൻ കാണാറില്ല. നമുക്ക് ഇന്ന് ഉറങ്ങിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം ഗൈസ്. അല്ലെങ്കിൽ സോംബിയും കാര്യങ്ങളൊക്കെ വന്ന് ഒരുമാതിരി അലമ്പാക്കും. അതുകൊണ്ടാണ് നമ്മുടെ ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെ ഇവിടെ ഒരു ഓട്ടോമാറ്റിക് ഷുഗർ കെയിൻ ഫാം ഉണ്ടാക്കുന്നുണ്ട് ഗൈസ്. ഒരു ചെറിയ ഷുഗർ കെയിൻ ഫാമാണ്, പക്ഷേ ബോൺ മീൽ വേണം. എൻ്റെ ബോൺ മീൽ ഇല്ല ഗൈസ്. അതേപോലെ ഇത് നമ്മുടെ ഒരു കോബിൾ സ്റ്റോൺ ജനറേറ്ററാണ്. അപ്പോൾ ഇതിപ്പോഴും നമ്മൾ കുറേ സ്റ്റോണും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് ഇതിന്ന് കുറേ ബിൽഡും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. എന്നുവെച്ചാൽ നമുക്ക് കുറച്ച് ബിൽഡും കാര്യങ്ങളൊക്കെ ഈ വേൾഡ് ചെയ്യണമെന്നുണ്ട്. അത് ഓഫ് ക്യാമിൽ ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്ത് വെച്ചിരിക്കുകയാണ് കോബിൾ സ്റ്റോണും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടെ എന്തോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു വോളും കാര്യങ്ങളൊക്കെ ആയിട്ട്. വരെ കൊല്ലേണ്ട ആവശ്യമില്ലായിരുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ഇത് ഫാമിൻ്റെ പേരെന്തായിരുന്നു, ഫിഷ് ഫാം. ഇത് ഓട്ടോമാറ്റിക്കാണ്, ഫുള്ളി ഓട്ടോമാറ്റിക്കാണ്. ജസ്റ്റ് ഒരു ഫിഷിംഗ് റോഡ് മാത്രം മതി. നമുക്ക് ഇത്ര സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. സാഡലും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. സാഡലും കാര്യങ്ങൾ കിട്ടിയോണ്ടാണ് ഞങ്ങൾക്ക് കുതിരേനും കാര്യങ്ങളൊക്കെ പിടിച്ചു വെച്ചത് ഗൈസ്. അപ്പോൾ അവിടെ എന്തോ ചെസ്റ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ എന്താ പോയി നോക്കിയിട്ട് വരാം ഗൈസ്. അപ്പോൾ അതേ ഇവിടെ വൂളും കാര്യങ്ങളൊക്കെ വെച്ചാൽ മറച്ച് വെച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ ഇതൊരു ഫുള്ളി ചെസ്റ്റാണുള്ള ഗൈസ്. 2 ഡബിൾ ചെസ്റ്റ് വെച്ചിരിക്കുക ആരും. നമുക്ക് നോക്കാം എന്തൊക്കെ സാധനങ്ങളാണ് ഉള്ളതെന്ന്. ഇതൊരു ഫാം പണിയാണ് സാധനങ്ങളുണ്ടല്ലോ. ഇത് റെയ്ഡ് ഫാം പണിയാണ് സാധനങ്ങളുണ്ടല്ലോ. ഞാൻ മനസ്സിൽ വിചാരിച്ചപ്പോൾ ആരോ മാനത്തിൽ വെച്ചിരുന്നു ഗൈസ്. എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ അഭിനയം? ഞാൻ ഇത്ര നേരം സ്ക്രിപ്റ്റ് അഭിനയിച്ചതാണ് ഗൈസ്. നിങ്ങളുടെ മുമ്പിൽ ജസ്റ്റ് ഒന്ന് അഭിനയിച്ചതാണ്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലെങ്കിൽ ഈ ബോ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ ഈ ബോ നിങ്ങളുടെ വീട്ടിൽ വന്ന് വീഴും. കണ്ട പവർഫുള്ളാണ് ഗൈസ്. നല്ല മെൻറ്റിങ് കാര്യങ്ങൾക്ക് ഒരു ബോയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാനിത് അധികം യൂസൊന്നും ചെയ്തിട്ടില്ല. അതേപോലെ നമ്മുടെ ആരോസും കുറവാണ്. നമുക്കിപ്പോൾ നമ്മുടെ മോപ്പ് ഫാം ഇപ്പോൾ വർക്കിംഗ് കുറവാണ്. അവിടെ എന്തോ പറ്റിയിട്ടുണ്ട്, അതും കൂടി ഫിക്സ് ചെയ്യണം. അപ്പോൾ എനിക്ക് ബാക്കി സാധനങ്ങളും കൂടി കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മുടെ ഫാർം പണിയുള്ള സ്ഥലത്തോട്ട് പോകാൻ ഗൈസ്. ഞാനതൊക്കെ ലൊക്കേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ വേൾഡിൽ. മാപ്പിലാണ് കേട്ടോ ഗൈസ്. പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ തുടങ്ങാറായി ഗൈസ്. നമ്മുടെ വേൾഡിൽ ഒരു പ്രൊജക്റ്റ് ഏരിയ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ലൈവിൽ ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ മല്ലുവരീനെ ചെയ്ത പോലെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന സബ്സ്ക്രൈബേഴ്സിൻ്റെ പേരും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നോട്ട് ചെയ്ത് വെക്കാനായിട്ട്, എഴുതി വെക്കാനായിട്ട്. അപ്പോൾ ലൈവ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഗൈസ്. അപ്പോൾ ശനിയാഴ്ച ഞായറാഴ്ച മാത്രമേ ലൈവ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതൊരു ക്യാരറ്റ് ഫാമാണ് ഗൈസ്. ഇതാണ് നമ്മുടെ ക്യാരറ്റ് ഫാം. അപ്പോൾ ഇത് വർക്കിംഗ് ആണോ എന്ന് ചോദിച്ചാൽ വർക്കിംഗ് ആണ്. ഇടയ്ക്ക് മാത്രമേ ഇവന്മാരെ ഒന്ന് ക്യാരറ്റ് ഒന്ന് ഇടുന്നുള്ളൂ ഗൈസ്. എന്താണെന്നറിയില്ല. ഈ വില്ലേജിൻ്റെ ഇൻവെൻട്രി ഫുൾ ആയതുകൊണ്ടാണോ ഞാൻ വിചാരിച്ച് എല്ലാ ക്യാരറ്റും ഇങ്ങനെ പുറത്ത് കിടക്കുന്നു. ഇവന്മാരെടുക്കുന്നുമില്ല ഗൈസ്, എന്താണെന്നറിയില്ല. ഞാനിപ്പോൾ ഇതെല്ലാം കളക്ട് ചെയ്യുകയാണ് ഗൈസ് വന്നിട്ട്. അല്ലെങ്കിൽ ക്യാരറ്റ് വെറുതെ ഡീസ്പോണായി പോകണ്ട. അപ്പോൾ നമുക്ക് ഇതിലേക്കൂടെ പുറത്തിറങ്ങാൻ പറ്റും ഗൈസ്. നമുക്ക് സ്ലാബ് എടുത്ത് തിരിച്ചു വെക്കണം. അല്ലെങ്കിൽ വല്ല ബേബി വില്ലേജറും കൂടി, ബേബി സോംബിയും കൂടി വന്നതിനായില്ലേ പണി പാളും ഗൈസ്. ആ വില്ലേജറിനെ കൊല്ലും. അപ്പോൾ വെറുതെ അങ്ങനെ ഇട്ട് വെച്ചേക്കല്ല, അവന്മാർ കൊണ്ടുവന്ന് ഇടുന്നുണ്ട് ഗൈസ്. പൊട്ടറ്റവും കാര്യങ്ങളൊക്കെ അവന്മാർ കൊണ്ടുവന്നിട്ടാട്ടോ, ഞാൻ കൊണ്ടുവന്നിട്ടതന്നല്ല, അവന്മാർ കൊണ്ടുവന്നിട്ടതാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാനുള്ള സ്ഥലത്തോട്ട് പോകാം ഗൈസ്. ഇത്രയും ടൈം വേസ്റ്റ് ആക്കണ്ട, വെറുതെ ടൈം പോവുകയാണ് ഏതായാലും.
ഇപ്പം തന്നെ ലെങ്ത്ത് നല്ല രീതിക്ക് കൂടി ഗൈസ്. 5 മിനിറ്റോളമായി നമ്മൾ റെക്കോർഡിങ് തുടങ്ങിയിട്ട്. അപ്പോൾ നമുക്കിനി ഇവിടെ ഒരു ക്ലൂ വെക്കാം ഗൈസ്, അല്ലെങ്കിൽ ഞാൻ വഴി മറന്നു പോകും. നമുക്ക് ഉണ്ടാക്കാനുള്ള സ്ഥലത്തോട്ട് പോകാം ഗൈസ്. അതിന് മുമ്പ് ഈ ലീവ്സും കാര്യങ്ങളൊക്കെ ഇവിടെ വെക്കാം, അല്ലെങ്കിൽ ഞാൻ വഴി മറന്നു പോകും. അങ്ങനത്തെ കൂട്ടത്തിലാണ് ഞാൻ. ഈ കോർഡിനേറ്റും കാര്യങ്ങളൊന്നും ഓർത്ത് വെക്കാത്ത കൂട്ടത്തിലാണ്. എനിക്കത് മറന്നു പോകും ഗൈസ്, എനിക്കത് ഓർമ്മ ഉണ്ടാവില്ല, അതുകൊണ്ടാണ്. ആൻഡ് നമുക്ക് ഇവിടെ വല്ലയിടത്തും വില്ലേജും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന അറിയില്ല. നമുക്ക് അപ്പോൾ വില്ലേജസിന് ഈസിയായിട്ട് കൊണ്ടുവരാമല്ലോ. ഞങ്ങളുടെ കയ്യിൽ കുറവ് വില്ലേജസ് ഉള്ളൂ, ഏകദേശം ഒരു 4-5 വില്ലേജസൊക്കെ ഉള്ളു ഗൈസ്. ഇവിടെ അടുത്ത് വല്ല വില്ലേജും കിട്ടിയാൽ മതിയായിരുന്നു. അവിടെ നിന്ന് ഈസിയായിട്ട് വില്ലേജറിനെ കൊണ്ടുപോകാമല്ലോ ഗൈസ്, നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്ത് പണിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ പണിഞ്ഞാൽ ഞങ്ങളുടെ വില്ലേജും കാര്യങ്ങളൊക്കെ അടുത്തുണ്ട്, അത് കാരണം കൊണ്ടാണ്. നമുക്ക് വെള്ളം കടന്നിട്ട് കാണാം ഗൈസ്, നമുക്ക് വെള്ളം കടക്കാം. ഇവിടെ ഒരു ബ്രിഡ്ജ് പണിയണം ഗൈസ്, അല്ലെങ്കിൽ നമുക്ക് പണിയാണ്. വെള്ളത്തിൽ ചിലപ്പോൾ ഡ്രൗണറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ ഒന്നാമത്തെ ഹാർഡ് മോഡലിട്ടാണ് കളിക്കുന്നത്. ഇടക്കൊക്കെ ചാവാറുണ്ട് ഗൈസ്. നെതറിൽ പോയപ്പോൾ 2-3 പ്രാവശ്യം ചത്തെൻ്റെ ഡയമണ്ട് ആർമർ പോയിന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എൻ്റെ ഡയമണ്ട് ആർമറിക്ക് കിട്ടി ഗൈസ് നെതറിൽ നിന്ന്. ആൻഡ് നമ്മളൊരു വില്ലേജിലെത്തി ഗൈസ്. സംസാരിച്ച് കുറേ നേരം സംസാരിച്ച് നമ്മൾ ഏകദേശം ഒരു വില്ലേജിലെത്തി. ആൻഡ് എൻ്റെ കയ്യിൽ സ്റ്റോറേജും കാര്യങ്ങളില്ലാത്ത പറഞ്ഞാൽ ഈ ഹെവിൽസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്കൊന്ന് സ്ലീപ്പ് ചെയ്യേണ്ട വരും മിക്കാറും. വില്ലേജിൻ്റെ വീടിൻ്റെ അകത്തൊക്കെ ഹെവിയിൽ സ്പോൺ ആയിക്കണം ഗൈസ്. ഇതെന്ത് ബഗ്ഗാണിത്? നമുക്കേതായാലും കിടന്നിട്ട് നമ്മുടെ സ്ഥലം കണ്ടുപിടിക്കാം ഗൈസ്, എന്നിട്ട് പണിയാനുള്ള ബാക്കി ടൂൾസും കാര്യങ്ങളൊക്കെ എടുത്തോണ്ടും വരാം. പണിയാനുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തോണ്ടും വരാം. ഇപ്പം തന്നെ നൈറ്റായി, രാവിലെ ഗൈസ്. ഇത് വലിയൊരു വില്ലേജാണ് കേട്ടോ ഗൈസ്. ഞാനിത് ഫുള്ളി എക്സ്പ്ലോർ ചെയ്യാനുള്ള എന്നുവെച്ചാൽ നമ്മുടെ ടൈമും കാര്യങ്ങളൊക്കെ പോകും. ഒരു വലിയ വില്ലേജാണ്, നല്ല രീതിക്ക് വില്ലേജസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവന്മാരെയൊക്കെ നിങ്ങളുടെ വീട്ടിലോട്ട് കൊണ്ടുപോകണം ഗൈസ്. എങ്ങനെ വന്നാലും നമുക്ക് ഇവന്മാരെ ആവശ്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ മെൻഡിങ് ബുക്കും കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പം. അപ്പോൾ നമുക്ക് കുറേ ലെറ്റേൺസിനെ വെച്ചിട്ട് ലൈബ്രറീനെ ആക്കണം ഗൈസ്. അവന്മാരുടെ പേരും കേട്ടില്ല ഗൈസ്. ലൈബ്രറിയനാണോ പറയാൻ കിട്ടില്ല. ലൈബ്രറിയനെ ആക്കണം ഗൈസ്. അപ്പോൾ അവന്മാരാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ബുക്കും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടുത്തെ വില്ലേജസിനൊക്കെ നമുക്ക് കൊണ്ടുപോകാം ഗൈസ്, പതുക്കെ. നമ്മുടെ കയ്യിൽ മെൻഡിങ് കാര്യങ്ങളില്ലാത്ത പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളെല്ലാം മിക്കവാറും പോകാൻ ചാൻസ് ഉണ്ട്. എൻ്റെ ഡയമണ്ട് ആകെ 12 ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇക്കൊക്കെ പൊട്ടാറായിട്ടുണ്ട്. ആൻഡ് ഇത് ഇങ്ങനത്തെ വീടൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴും മൈൻക്രാഫ്റ്റിൽ, എനിക്കറിയില്ലായിരുന്നു കേട്ടോ ഗൈസ്. ഈ സീഡ് ഭയങ്കര ലക്കിയാണ് കേട്ടോ. 2 വില്ലേജ് അടുത്തുണ്ടായിരുന്നു, എന്നിട്ട് ഞാൻ കണ്ടില്ല. ഇതൊരു പൊട്ടനാണെന്ന് ആലോചിക്കുന്നത് ഗൈസ്. ഒറ്റ വില്ലേജിൽ തന്നെ കടന്ന് കറങ്ങിക്കൊണ്ടാണെന്ന് തോന്നുന്നു ഗൈസ് എനിക്ക് ഈ വില്ലേജ് കിട്ടാത്തത്. നമുക്കിനി പണിയാനുള്ള സ്ഥലത്തോട്ട് പോകാൻ വെറുതെ ടൈം പാസ് ചെയ്യുന്നില്ല. ആൻഡ് ഫൈനലി ഞങ്ങൾ പണിയാനുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഗൈസ്. നമുക്കിനി ബ്ലോക്കും കാര്യങ്ങളൊക്കെ വെച്ച് പൊങ്ങിയ ശേഷം 100 ബ്ലോക്ക് മേളിലോട്ട് പൊങ്ങണം ഗൈസ്. അതിന് ശേഷമാണ് നമുക്കൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കണം ലീവ്സ് വെച്ചിട്ട്, അല്ലെങ്കിൽ നമ്മുടെ വില്ലേജസ് അവിടെ വന്ന് സ്പോണാകും. ബ്ലോക്കും വെച്ച് പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക ഗൈസ്. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, നിങ്ങൾക്ക് ബോറടിക്കും. അപ്പോൾ ഞാനിത് ഫുള്ളും കാണിക്കുന്നില്ല, എന്ന് വെച്ചാൽ ഓവർ ലെങ്ത് ആയിട്ടുണ്ട് ഇപ്പോഴും വീഡിയോ. ആൻഡ് ഞാനിത് സ്പീഡാക്കാൻ പോവാണ് ഗൈസ്. ആൻഡ് ലെറ്റ്സ് ഗോ, നിങ്ങൾ വാച്ച് ചെയ്തോ. ആൻഡ് ഞാൻ റൈഡ് ഫാമുമാണ് ഇന്ന് കുറച്ചേ കാണിച്ചുള്ളൂ ഗൈസ്. നമുക്ക് ഇനി വില്ലേജറിനെ പിടിക്കാന്നുള്ളൊരു പ്രൊസീജിയറും കൂടെ ഉള്ളൂ. എന്നിട്ട് അവിടെ കൊണ്ടേ ഇട്ടുക, അതിനുശേഷം നമ്മുടെ വേഡമ പോഷൻ കുടിക്കുക ഗൈസ്. നമുക്ക് ഇവനെയാണ് നമുക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകേണ്ടത്. ഇവൻ എന്താണെന്നറിയില്ല ഗൈസ്, ഈ വില്ലേജിൽ നിന്ന് പോകാൻ ഇഷ്ടമല്ലെന്നാണ്. ഇവൻ ബോട്ടിലും കാര്യങ്ങളൊന്നും കയറുന്നില്ല ഗൈസ്. നമുക്ക് കയറി ഗൈസ്. ഫൈനലി ഞാൻ കുറേ നേരം കഷ്ടപ്പെട്ടിട്ടാണ് ഇവനെ കയറ്റാൻ നോക്കിയത്. ഞാൻ വീഡിയോ പോസ് ചെയ്ത ശേഷം കുറേ പ്രാവശ്യം നോക്കി ഗൈസ്. ഇന്ന് നമുക്ക് ലീവ്സ് വെച്ചിട്ട് ഇവനെ കൊണ്ടുപോകാന്നുള്ളൊരു ജോലി മാത്രമേ ഉള്ളൂ. ഏതായാലും ഒരു ജോലി അവിടെ എത്തുമ്പോഴേക്ക് പോകും ഗൈസ്. അതിനുശേഷം നമുക്കൊന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് ഇവനെ വലിച്ച് പതുക്കെ കൊണ്ടുപോകാം ഗൈസ്. വേഗം പാടാ. ഇങ്ങനെ വന്നാലും ബ്ലോക്ക് വെച്ച് പൊങ്ങണം ഗൈസ്. ആൻഡ് ഫൈനലി ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട് ഗൈസ്. ഞങ്ങൾ വില്ലേജറിന് മേളിലും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ബട്ട് നമ്മുടെ ലീവ്സ് കുറച്ച് ബാക്കി കുറച്ചും കൂടി ആവശ്യമുണ്ടായിരുന്നു അവിടെ ഫില്ല് ചെയ്യാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് വീട്ടിൽ വന്നതാണ് ഞാൻ. നമ്മുടെ വില്ലേജും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് ഗൈസ്. നമുക്ക് ഇവന്മാരെ കൊണ്ടുപോയാൽ മതിയായിരുന്നു, പക്ഷേ ഇവന്മാരെല്ലാവരും മാസ്റ്ററായി നിൽക്കുകയാണ് ഗൈസ്. അപ്പോൾ മറ്റേ വർക്കാവുന്ന എനിക്ക് സംശയമായിരുന്നു. അപ്പോൾ അതേ ഗൈസ്, നമ്മുടെ ഫൈനലി നമ്മുടെ റൈഡ് ഫാമിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്, എല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഗൈസ്. ഇനി പോഷൻ അങ്ങോട്ട് കുടിക്കുക, ആ പില്ലേഴ്സിന് തട്ടായിസ്. അതിന് മുമ്പ് ഞങ്ങളുടെ ഹാർഡ് മോഡലാക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് നോർമൽ മോഡലാക്കിയിട്ടുണ്ടായിരുന്നു, എല്ലാം ചത്തതിൻ്റെ പണിയാണ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ മേളിലൊരു വശം വേണ്ടി ചത്ത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് നോർമലിലോട്ട് ആക്കിയത്, അല്ലെങ്കിൽ പണിയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ക്രിയേറ്റീവ് ആക്കിയതെന്ന് മാത്രം പറയരുത്, ഞാൻ ഇതുവരെ ക്രിയേറ്റീവ് ആക്കിയിട്ടില്ല. ആൻഡ് ഇവന്മാർ സ്പോണാകാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും ഗൈസ്. അതെന്ന് വെച്ചാൽ ഒരു സെക്കൻഡ് കഴിഞ്ഞാലേ നമുക്ക് സ്പോണാവാം കേട്ടോ. ടൈമുണ്ട് ഇനി. പക്ഷേ ഇവന്മാർ താഴെ സ്പോണാകാൻ മേളിൽ സ്പോണായാൽ മതിയായിരുന്നു. എനിക്ക് ഭയങ്കര പേടിയാണ് ഗൈസ്. എനിക്ക് ആ വെക്സിനെ മാത്രം പേടിയുള്ളൂ. ഇപ്പോൾ നമ്മുടെ ഹാർഡ് മോഡലായിട്ടിരിക്കുന്നത്.
ഹാർഡ് മോഡിലിട്ട് നമുക്ക് കുറേ ടോട്ടം കിട്ടും ഗൈസ്. സില്ല് കളിക്കുന്ന പോലെ കളിച്ച് കഴിഞ്ഞാൽ കുറേ ടോട്ടം കിട്ടും. ഞങ്ങൾക്കിപ്പോൾ ഏകദേശം കുറേ ടോട്ടത്തിൻ്റെ ആവശ്യമുണ്ട് ഗൈസ്. ഞാൻ ഏതായാലും നെതറിൽ പോകണം. ഇനി നെതറിൽ പോയിട്ട് കുറേ പ്രശ്നം ചത്താണ് ഗൈസ്. പിഗ്ലിൻസിൻ്റെ അടി കൊണ്ടിട്ട് അവിടെ കുറേ പിഗ്ലിൻസ് ഉണ്ട് ഗൈസ്. ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം പിഗ്ലിൻസ് എത്ര ഉണ്ടെന്ന്. നിങ്ങൾ തന്നെ പറയും അങ്ങനത്തെ ഒരു സ്പോൺ വേണ്ടായിരുന്നു. നമുക്ക് വേറെ നെതർ പോർട്ടൽ ഉണ്ടാക്കണം ഗൈസ്. അവിടെ നിന്ന് നമുക്ക് ഫോട്ടോസും കാര്യങ്ങളും കണ്ടുപിടിക്കാനുള്ളൂ. ഇതുവരെയായിട്ട് എൻ്റെ വേണ്ടി ഫോട്ടോസ് ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല നെതറിൽ. എൻ്റെ പില്ലേജർ ഒന്ന് സ്പോണായി വീഴുന്നുണ്ട് ഗൈസ്. വെള്ളം ഞാൻ കുറച്ചേ ഒഴിച്ചുള്ളൂ തോന്നുന്നു. കാരണം എല്ലാം വന്ന് വീഴാത്തത്, അല്ലെങ്കിൽ എല്ലാം ഒറ്റടിക്ക് വന്ന് വീഴേണ്ടതാണ് ഗൈസ്. ഒരു എമറാൾഡ് കിട്ടിയിട്ടുണ്ട്, കുഴപ്പമില്ല, നല്ല എഫിഷ്യൻ്റായിട്ട് വർക്ക് ആവുന്നുണ്ട്. പക്ഷേ ഞാൻ കുറച്ച് വെള്ളമാണ് മേളിൽ ഒഴിച്ചതെന്ന് തോന്നുന്നു ഗൈസ്. നമ്മുടെ വീഡിയോ എത്ര ഉള്ളൂ, നമ്മുടെ ഫാമും കാര്യങ്ങളൊക്കെ വർക്കാവുന്നു.